ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഇഡിക്ക് മൊഴി നൽകിയ തന്ത്രി കണ്ഠരര് രാജീവന്. കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമാണെന്നാണ് മൊഴി. അതേസമയം ജയിലിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി വിധി പറയാൻ മാറ്റി. സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമാണെന്നാണ് ഇഡിക്ക് തന്ത്രി കണ്ഠരര് രാജീവർ നൽകിയ മൊഴി. ആചാരപരമായ കാര്യങ്ങൾ യഥാവിധി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുകയായിരുന്നു തന്റെ ചുമതല. ബോർഡിന്റെ തീരുമാനങ്ങളിൽ വിധി കൽപ്പിക്കാൻ താൻ ആളല്ല എന്നും തന്ത്രി മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി സന്നിധാനത്തേക്ക് എത്തിച്ചത് താനല്ല എന്നും തന്ത്രി ആവർത്തിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടും കണ്ഠരര് രാജീവരുടെ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ 2 ഹർജികളിലും വാദം പൂർത്തിയായി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചെന്നൈയിലേക്ക് മാറ്റണമെന്നുള്ള ഹർജി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന് ശേഷം പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനം. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.